ചേട്ടാ, വിനോദിനിയുടെ വിഷയത്തിൽ വേഗം തന്നെ ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയല്ലേ കേരളം പ്രതീക്ഷിച്ചത്? തീർച്ചയായിട്ടും. കാരണം വിനോദിനി എന്ന് പറയുന്നത് കേരളത്തിന് ആകെ ഒരു നോവായ ഒരു 10 വയസ്സുകാരിയാണ്. കാരണം നമ്മുടെ ആരോഗ്യ സിസ്റ്റത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ പിഴവ് കാരണം ആ 10 വയസ്സുകാരിക്ക് നഷ്ടപ്പെട്ടത് വലത് കൈയാണ്. ആ വലത് കൈ നഷ്ടപ്പെട്ട വിനോദിനിയെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും വി ഡി സതീശൻ ചേർത്ത് പിടിച്ചിരുന്നു. ആ കുട്ടി കൈ മുറിച്ചു മാറ്റിയതിന് ശേഷം സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുന്നു, കൈയില്ലാത്തതുകാരൻ്റെ വിഷമം പറഞ്ഞ് ആ വാർത്തകൾ കണ്ടപ്പോൾ തന്നെ അന്ന് ഇടപെട്ടതാണ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ. ആ കുട്ടിയെ എറണാകുളത്ത് കൊണ്ടുപോയി വിദഗ്ധമായ ചികിത്സ നൽകി വിദേശത്ത് നിന്ന് വരുത്തിച്ച് കൃത്രിമ കൈ പിടിപ്പിച്ചു. അതിൻ്റെ ചിലവ് മുഴുവൻ വഹിച്ചത് വി ഡി സതീശനായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിൽ എത്തിയ വിനോദിനിയെ ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധിക്കടക്കം പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. സ്കൂള് തുറന്നപ്പോൾ കുട്ടിക്ക് ആവശ്യമായ പുസ്തകങ്ങളും ബാഗും കുടയും എല്ലാം എത്തിച്ചു കൊടുത്തതും വി ഡി സതീശനായിരുന്നു. ആ കരുതൽ തന്നെയാണ് ഈ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത്. അന്ന് ആരോഗ്യ സംവിധാനത്തിൻ്റെ വീഴ്ചയ്ക്ക് പകരമായി പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചതാണ് 4000 രൂപ പ്രതിമാസം നൽകും എന്നുള്ളത്. കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവിനായി വളരെ ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ നിന്നും ജനിച്ച് അച്ഛനും അമ്മയും മാത്രം കൂലി ജോലി ചെയ്യുന്ന അച്ഛൻ്റെ അമ്മയുടെ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് വലിയൊരു കരുതലായിരുന്നു ആ 4000 എന്ന് പറയുന്നത്. ആ 4000 പോലും 2 മാസം കൊടുത്ത് പിന്നെ മുടങ്ങുന്ന ഒരു അവസ്ഥ വന്നു. ആ അവസ്ഥ വാർത്തയിൽ കണ്ടപ്പോൾ ഉടനടി ഇടപെടുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇടപെട്ടതെന്നും കൂടെയാണ് അതിൽ ചെയ്യേണ്ടത്. ഇത് ശിശുക്ഷേമ വകുപ്പ് വഴിയാണ് ഇത് നൽകിയിരുന്നത്. ആ വകുപ്പ് ഡയറക്ടറോട് വിളിച്ച് വിശദീകരണം ചോദിച്ചു. അത് കേന്ദ്ര ഫണ്ട് മുടങ്ങിയത് കൊണ്ടാണ് അത് നൽകാൻ കഴിയാത്തത് എന്നാണ് ഡയറക്ടർ നൽകിയ വിശദീകരണം. മറ്റു ഫണ്ടിൽ നിന്ന് ഉടനടി കുടിശ്ശിക അടക്കം ഉടനടി നൽകണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതുപോലെ തന്നെ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ബിന്ദു കൃഷ്ണയോട് എന്തുകൊണ്ട് മുടങ്ങിയെന്ന് അന്വേഷിക്കാനും പറഞ്ഞു. ഇതാണ് ഒരു സർക്കാർ, ഇങ്ങനെയാവണം ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത്. കാരണം ജനങ്ങളുടെ വിഷമങ്ങൾ, ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക, മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള തീരുമാനം വേഗത്തിൽ എടുക്കുക, ഏത് വകുപ്പിന്റെ വിഷയമാണെങ്കിലും കൃത്യമായി ഇടപെടുക. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് മന്ത്രിമാർ ഇടപെടുന്നതിന് മുമ്പിട്ട്, അതായത് മന്ത്രിമാരെ സംബന്ധിച്ച് നമുക്കറിയാം, അതിനകത്ത് ഇടപെടേണ്ടത് ബിന്ദു കൃഷ്ണയായിരുന്നു. ആ വിഷയം ആദ്യം തന്നെ കാണുമ്പോൾ അത് ഇടപെടേണ്ടത്. പക്ഷേ ബിന്ദു കൃഷ്ണ കണ്ടു കാണുമ്പോൾ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ ഇടപെടണം, ഈ വിഷയത്തിൽ കൃത്യമായ റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഏതൊരു മന്ത്രിയാണെങ്കിലും, ഈ മന്ത്രിസഭയിൽ എനിക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയാണ്, ഏത് മന്ത്രിയാണെങ്കിലും ആ മന്ത്രിയെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ആർജവം വി ഡി സതീശനില്ലേ? തീർച്ചയായിട്ടും. അത് നമ്മൾ ആദ്യ ദിവസം മുതൽ കാണുകയല്ലേ. മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങളാണ്. വി ഡി സതീശനും മുഖ്യമന്ത്രിയും മന്ത്രി എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് വരുന്നെങ്കിലും 25 വർഷത്തെ നിയമസഭാ പ്രവൃത്തിയുടെ ഒരു പരിചയം അദ്ദേഹത്തിന് നന്നായി ഉണ്ട്. അതുമാത്രമല്ല എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ നിയമസഭയിലടക്കം കണ്ടിട്ടുള്ളതാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം വളരെ വിശദമായ ഒരു വിഷയം പഠിച്ചവതരിപ്പിക്കുന്നതിന് ശേഷിയുള്ള ഒരു നേതാവാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ആ പ്രതിപക്ഷ നിരയെ, ആ ബെഞ്ചിനെ മുഴുവൻ ഭംഗിയായി തൻ്റെ തീരുമാനത്തിനൊപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞതും വി ഡി സതീശൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് തന്നെയാണ് ഈ മന്ത്രിസഭയിൽ കാണുന്നത്. പല മന്ത്രിമാരും ആദ്യമായി MLA-മാരായതാണ്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയുടെ കാര്യം, രാഷ്ട്രീയപരമായ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആദ്യമായി MLA ആയ ആളാണ്, മന്ത്രിയായ ആളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ കാണുമ്പോൾ എങ്ങനെ ഇടപെടണം എന്നൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാവാം. കാരണം ഇതെല്ലാം പ്രവൃത്തി പരിചയം കൊണ്ട് വരും ദിവസങ്ങളിൽ ഇവരെല്ലാം മികച്ചതാവാം. പക്ഷെ ആദ്യ ദിവസങ്ങളിൽ ഇടപെടാനുള്ള ഒരു സംശയം, ആ ഒരു സംശയത്തിനുള്ള മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉറപ്പാക്കുകയാണ് മുഖ്യമന്ത്രിയായിരുന്ന വി ഡി സതീശൻ ചെയ്യുന്നത്. ഏത് വകുപ്പിൻ്റെ വിഷയമായിരുന്നാലും ജനങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ ഇടപെടുന്ന മുഖ്യമന്ത്രി, ആ ശൈലിയിലായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വിഷയം ഉണ്ടാകുമ്പോഴും, ഈ കേരളിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ, ആശമാരുടെ വിഷയം, ഇതെല്ലാം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിച്ചതെന്നും ഏത് വിവാദത്തിനും വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ മറുപടി പറയുന്നതിലും എല്ലാം പറഞ്ഞ് ഞാനാണ് ഈ മന്ത്രിസഭയെ നയിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം എല്ലാം ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു സന്ദേശം നൽകൽ കൂടിയാണ് ഈ ഇടപെടൽ. അല്ല, അതിനപ്പുറത്തേക്ക് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തെല്ലാം ചെയ്യരുത് എന്ന് പിണറായി വിജയനോട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം തൻ്റെ പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ ഉടനടി പരിഹരിക്കുന്നൊരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ UDF-നെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന വിഷയങ്ങൾ നമുക്കറിയാം. മറ്റേ മഞ്ഞക്കുട്ടിയായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ ഒന്ന് എന്ന് പറയുന്നത്. അതേപോലെ ആശാ വർക്കർമാർ, അവർ എത്ര ദിവസമാണ് സമരം ചെയ്തത്. ആ സമരങ്ങൾക്കൊടുവിൽ
അവസാനം അവർക്ക് നീതി കിട്ടാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ UDFിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. PSC എഴുതുന്ന യുവാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഈ 10 കൊല്ലം നടുത്തെരുവിലിറങ്ങി മുട്ടിലഴയുന്നൊരവസ്ഥ, പുല്ല് തിന്നുന്ന അവസ്ഥ. അപ്പോൾ ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലേക്ക് ഒരു PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ വരെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് കേരളത്തെ ആകെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു. എന്നിട്ടും അവിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഒരു ചെറുവിന അനക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായിട്ടൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വിനോദിനിയുടെ കാര്യമാണെങ്കിൽ പോലും ആരായിരുന്നു വിനോദിനിക്ക് സഹായം ചെയ്യേണ്ടത്? ആരോഗ്യവകുപ്പായിരുന്നു. വീണ ജോർജിന്റെ കയ്യിലിരുന്ന ആരോഗ്യവകുപ്പ്. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവില്ല. കാരണം അന്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീണ ജോർജ് ഭരിക്കുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം ഉണ്ടായാലും എന്ത് വിവാദം ഉണ്ടായാലും മന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിക്കും. അന്വേഷണം പ്രഖ്യാപിച്ച് അതിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം നടപടി എന്ന് പറയും. ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് റിപ്പോർട്ട് വാങ്ങിച്ച് നടപടിയെടുത്ത ഒരു സംഭവം പോലും ഇല്ലായിരുന്നു. ബ്രഹ്മപുരത്ത് ഉണ്ടായ തീപിടുത്തം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠിക്കുമെന്ന് പറഞ്ഞു. ഒരു പഠനവും നടന്നില്ല, ഒരു റിപ്പോർട്ടും കണ്ടില്ല, അവിടെ ഒരു തിരുത്തലും കണ്ടില്ല, ആ വിഷയം പോയി. അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഇടയാക്കിയ പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്ത പ്രകാശൻ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനെതിരെ അന്വേഷിക്കുമെന്ന് പറഞ്ഞു, അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതിന്റെ റിപ്പോർട്ട് വന്ന് നടപടിയൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഓരോ വിഷയം, ഈ വിനോദിനിയുടെ വിഷയത്തിൽ അല്ല, അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ വിഷയമായിരുന്നു ഹാരിസ് ഡോക്ടർ ഉന്നയിച്ച വിഷയം. അത് സിസ്റ്റത്തിന്റെ വീഴ്ച എന്നാണ് പറയുന്നത്. അതിനുശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞു വിദഗ്ധ റിപ്പോർട്ട്, ഞങ്ങൾ റിപ്പോർട്ട് നേടും, ഇതിന് വലിയ പരിഹാരം ഉണ്ടാകും. ആ റിപ്പോർട്ട് പൂഴ്ത്തിയില്ലേ? അതെ, ഒരു ഈ പറയുന്ന വീണ ജോർജ് ഇരുന്ന 5 വർഷവും ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളെന്നും സിസ്റ്റത്തിന്റെ വീഴ്ചയെന്നും പറയും, അന്വേഷണം പ്രഖ്യാപിക്കും, കഴിയും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അന്നും UDF പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞു ഇങ്ങനെയല്ല, ജനങ്ങളുടെ വിഷയങ്ങൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്, ഇത് മാന്യമായും മാതൃകയായും പരിഗണിക്കണമെന്നുള്ളതാണ്. UDF അധികാരത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞ വാക്ക് പാലിച്ചു. കാരണം 10,000-കണക്കിന് ആൾക്കാരുടെ വീടിന്റെ അടുക്കളയിൽ വരെയാണ് ഈ മഞ്ഞക്കുറ്റി കൊണ്ടിട്ടത്. യാതൊരു കൃത്യമായ പഠനം നടത്തിയിട്ടില്ല. ഈ പദ്ധതി വരുമോ എന്ന് പോലും അറിയാതെ അവരുടെ സർവേ നമ്പർ അടക്കം ഫ്രീസ് ചെയ്ത് വെച്ചാണ് ഈ പരിപാടി നടത്തിയത്. അവർക്ക് അവരുടെ വസ്തു വിൽക്കാനോ ഒരു ആവശ്യത്തിന് ലോൺ എടുക്കാനോ ഒന്നും ചെയ്യില്ല. ഈ പദ്ധതിയും വരാതെ കിടന്ന ഒരു ഘട്ടത്തിലാണ് UDF സർക്കാർ വന്നപ്പോൾ അത് ഗംഭീരമായ ഒരു തീരുമാനമായിരുന്നു. ഈ മഞ്ഞക്കുറ്റി ഊരി ദൂരെ കളയുക, ഈ വിജ്ഞാപനം ഇറക്കി ഈ സർവേ നമ്പർ എല്ലാം റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. എത്ര ജനങ്ങൾക്കാണ് അതിന്റെ ഇത് കിട്ടിയത്? കാരണം അന്ന് സമരം ചെയ്തവരെ തെരുവിൽ വലിച്ചിഴച്ചിട്ടാണ് ഈ മഞ്ഞക്കുറ്റി ഇട്ടത്. നോക്കണം, ഒരു അമ്മയും മകളെയും വലിച്ചിഴക്കുന്നത് വരെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ ധാർഷ്ട്യത്തെയാണ് ഈ VD സതീശൻ സർക്കാർ ആദ്യം എടുത്ത് കളഞ്ഞത്. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും തിരുത്താൻ തയ്യാറായില്ല. അതായത് പിണറായി വിജയൻ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, ഞങ്ങൾ U-turn അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയെന്ന് ജനങ്ങൾ കരുതുമെന്നുള്ള ഒരു ധാർഷ്ട്യം, ഇതല്ലായിരുന്നു ഇവരെ ഏറ്റവും കൂടുതലും പുറകോട്ടടിച്ചത്. അത് ഒരു വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിവാദം തുടങ്ങിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്താൽ ആ നിലപാടിൽ തന്നെ ഉറച്ചിരിക്കും. നമ്മളിപ്പോൾ ആലപ്പുഴയിൽ കണ്ട രക്ഷാപ്രവർത്തനത്തിൽ എന്തായിരുന്നു? അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ ഒരു പരാമർശം നവകേരള സദസ്സിന്റെ കണ്ണൂരിൽ തുടങ്ങിയതാണ്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ അടിച്ചത് CPM-ഉം DYFI-കാരും ചെടിച്ചട്ടി കൊണ്ടാണ് അടിച്ചത്. അതിൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനം ആലപ്പുഴ എത്തിയപ്പോൾ ഗൺമാൻമാർ ഇറങ്ങി ഈ പ്രതിഷേധക്കാരെ നിയമവിരുദ്ധമായി തല്ലി. ആ രക്ഷാപ്രവർത്തനം എന്ന നിലപാട് ഇന്നും മാറ്റിയിട്ടില്ല പിണറായി വിജയൻ. അത് തന്നെയുണ്ടല്ലേ, അങ്ങനെ ഒരു തിരുത്തലേ വരത്തില്ല. അതുകൊണ്ടാണ് ജനം തിരുത്തിയത്. ജനം അവർക്ക് 10 വർഷം അവസരം കൊടുത്തിട്ട് അവർ ഈ കാണിക്കുന്ന ധാർഷ്ട്യം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ജനം തിരുത്തി 102 സീറ്റ് നൽകി UDF-ന് അധികാരത്തിൽ എത്തിച്ചത്. എന്നിട്ട് UDF-ന് അധികാരത്തിൽ എത്തിച്ചിട്ടും ആദ്യ ദിവസങ്ങളിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ജനത്തെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണ്, 266 ദിവസമാണ് ആശമാരെന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിലടക്കം ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു, മുടി മുറിച്ചു, കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു, എല്ലാം ചെയ്തു. ഈ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു തവണ അവരൊന്ന് നേരിട്ട് കാണാൻ പോലും അനുവാദം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവസാനം മാന്യമായി സമരം നടത്തിപ്പോവാൻ ഒരു 100 രൂപയുടെയെങ്കിലും വേതന വർധനവ് അവരാവശ്യപ്പെട്ടു, കൊടുത്തില്ല. അത്രത്തോളം അപമാനിതരായാണ് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എണീറ്റ് പോയത്. അവർക്കാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ വേതന വർധനവ് VD സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചത്. ജനം കൈയടിക്കും. ഈ തീരുമാനം കളിയാക്കുകയാണ്, CPM കളിയാക്കുകയാണ്. 21,000 കൊടുക്കാന്ന് പറഞ്ഞിട്ട് 3000 കൊടുത്ത് പറ്റി. അത് ജനം കൈയടിക്കുന്നുണ്ട്. ബാക്കി കൂവി തോപ്പിക്കാൻ നടക്കുന്നവർ ഇത് ഈ പറയുന്ന രീതി ചെയ്യും. അവരൊരു സ്ത്രീകളാണെന്നും
ഇത്രയും അടിസ്ഥാനപരമായി പണിയെടുക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് അവരൊരു 100 രൂപയുടെ വർധനവ് പോലും കൊടുക്കാതെ അത്രത്തോളം അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നേതാക്കൾ നടത്തുക, ആശമാരുടെ ഇടയിൽ തന്നെയുള്ള CPM-മാരെ കൊണ്ടുവന്ന് ഇവർക്കെതിരെ സെക്രട്ടറിയുടെ മറുഭാഗത്ത് സമരം ചെയ്യിക്കുക, ഇവരെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ പറയുക, SUCയെയും മറ്റ് തീവ്രവാദ സംഘടനകളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞ് അപമാനിക്കുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ അവരെ VDS സർക്കാർ 3000 രൂപ കൂട്ടിക്കൊടുത്ത് ഒപ്പം കൈ പിടിച്ചു ഉയർത്താൻ ശ്രമിക്കുന്നു. അപ്പം ജനം കൈയടിക്കും. അതിന് ഈ കൂവിത്തോപ്പിക്കൽ കൊണ്ട് നടക്കത്തില്ല. ജനം ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണ് പ്രതിപക്ഷത്തെ ഇത്രയും ഇരുത്തിയത്. ആ ചിന്ത വേണമെന്നുള്ളതാണ് ഇതിന് പറയാനുള്ളത്.